മലയാളത്തിന്റെ സാംസ്കാരികമായ ആത്മീയമായ പൈതൃകം പരിശോധിച്ചാൽ നിസ്സംശയം സമസ്ത മുന്നോട്ട് വെക്കുന്ന സംസ്കാരത്തിന്റെ ആദ്യ പാഠങ്ങൾ അടിസ്ഥാനപരമായ ശിലകൾ അവിടെ കാണാൻ കഴിയും. അവിടെയാണ് ഒരുപാട് മുസ്ലിയാക്കന്മാരെ, ഒരുപാട് ഉസ്താദുമാരെ, ഒരുപാട് സാദാത്യങ്ങളെ കാണാൻ കഴിയുക. കാലത്തോട് സംബന്ധിച്ച കൃതികൾ അവർ ലോകത്തിന് സംഭാവന ചെയ്തു. വൈജ്ഞാനികമായി പലകിലാണ് സമസ്തകൾ ഉലമാക്കളുടെ ആരോപണമുണ്ട്. പക്ഷേ നിഷ്പക്ഷമായി ആലോചിച്ചു നോക്കൂ, ഈ മൻഹജിന്റെ അങ്ങേ തലത്തിലുള്ള ഉലമാക്കൾ പേർഷ്യൻ ഭാഷയിൽ ആന്ത്രോപോളജിക്കൽ ഹിസ്റ്ററി എഴുതിയ ഷുജായി അവിടെ കടക്കുന്നുണ്ട്. ഷിപ്സോൺ എഴുതിയിട്ട് ലോകത്തെ പല ഭാഷയിലേക്കും ആധ്യാത്മികതയുടെ പാഠങ്ങൾ പകർന്ന അവിടെ കുഞ്ഞായി മുസ്ലിയാർ അവിടെ കടക്കുന്നുണ്ട്. കൂടുന്നു കൊല്ലങ്ങൾ മാസങ്ങളാഴ്ച ഗഡികൾ കണക്കിൽ നിന്നായുസിൻ തീർച്ച തേടുന്നു അവകൾ നിന്നെ മൺവീട്ടിലേക്ക് തഞ്ചം നീ നോക്കുന്നു പൊൻവീട്ടിലേക്ക് അകൽക്കൺ തുറന്നൊന്നു നോക്കടാ മാടാ ഉത്സാരമോർത്താൽ ഉറങ്ങാമോ കാണാ മുഖക്കണ്ണടക്കുൾ തുറക്കട്ട മാടാ കൂട്ടിട്ട കൊഞ്ചത്തിൽ മുത്തുണ്ടു കാണാ. സഫലമായ ഷുജായി പാടിയതിന് പല്ലവി എന്നാണ് പൂന്താനം കാലയിൽ കുറിക്കുന്നത്. നിലയോളം എന്തെന്നറിയില്ല, ഇതിനാളയും എന്തെന്നറിയില്ല, ഇന്നിക്കാണും തടിക്കൂ വിനാശവും ഇന്ന രൂപത്തിലും എന്നതും അറിയില്ല. കണ്ടുകൊണ്ടങ്ങിരിക്കും മനുഷ്യനെ കണ്ടില്ലെന്നോ വരുത്തുന്നതും ഭവാൻ. മാളികാമുകളേറിയ മന്നന്റെ തോളിൽ മാറാപ്പു കയറ്റുന്നതും ഭവാൻ. ഒരു ഭാഗത്ത് പൂന്താനം നമ്പൂതിരി, മറ്റേ ഭാഗത്ത് ഒരു ഭാഗത്ത് കാലലീനയുമായി പൂന്താനം, മറ്റേ ഭാഗത്ത് സഫലമാലയുമായി ഷുജായി മദീൻ മുസ്ലിയാർ, ഒരു ഭാഗത്ത് നികുതി നിഷേധ പ്രസ്ഥാനവുമായി മഹാത്മാഗാന്ധി, അതേ ഭാഗവുമായി മറുഭാഗത്ത് സയ്യിദുനാ ഉമർ അൽ-ഖാദി. ഏത് ഉമർ അൽ-ഖാദി? ദേശസ്നേഹത്തിന്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ അനുരണനമുയർത്തിയ സൂഫിയായ സഭ്യനായ ഉമർ അൽ-ഖാദി, കലാബോധമുള്ള ഉമർ അൽ-ഖാദി, വൈജ്ഞാനികമായി നമുക്ക് ഊഹിക്കാൻ പോലും കഴിയാത്ത വിൽപ്പത്തി നേടിയ ഉമർ അൽ-ഖാദി, ജാതീയതക്കെതിരെ സമരം നയിച്ച ഉമർ ഖാദി. അയഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു അസ്ലൂകും മിൻ ഖബൂലു തിയം വദായറു വആശാരി മുശാരി പാണൻ വബറയറു വഖൈബാലു ശദ്ദി മണ്ണാനു പാണരു. ഇപ്പോൾ കേരളത്തിന്റെ അടിസ്ഥാനപരമായ സാമൂഹിക പ്രശ്നം എന്താണ്? ഇപ്പോഴും നമ്മുടെ ദേശീയ തലത്തിൽ ഇന്ത്യ മുഴുവനും ഇപ്പോഴും നിശബ്ദമായി അലയടിക്കുന്ന അടിസ്ഥാനപരമായ ഉച്ചനീചത്വത്തിന്റെ പുറന്തള്ള രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനപരമായ ഫിലോസഫിയാണ്